ശ്രീ ടി പി ശ്രീനിവാസൻ, ഏറെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്. 4 വർഷം മുൻപ് ഞാൻ അധികാരത്തിൽ നിന്ന് താഴോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കലാപമുണ്ടാക്കിയ ട്രംപിനെ അല്ല ഇന്ന് കാണുന്നത്. കൂടുതൽ കരുത്തനായി തിരിച്ചെത്തിയിരിക്കുകയാണ് ട്രംപ് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. അതെ, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. ഇതുപോലൊരു കാര്യം ലോകത്തെവിടെയും ഒരു ചരിത്രത്തിലും ഉണ്ടായി കാണുകയില്ല. ഒരുപാട് കുറ്റം ചുമത്തിയിട്ടുള്ള ഒരാൾ, ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കുറ്റവാളിയാണെന്ന് നിശ്ചയിക്കപ്പെട്ട ഒരാൾ പ്രസിഡൻ്റ് ആവുക എന്ന് പറയുന്നത് അചിന്ത്യമാണ് മിക്കവാറും സാഹചര്യങ്ങൾ. പക്ഷേ ഇവിടെ അത് സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആശകളുമുണ്ട്, ആശങ്കകളുമുണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആശയാണുള്ളത്. ഇപ്പൊക്കെ ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമാണ്. നമുക്ക് വിശേഷിച്ച് ഡൊണാൾഡ് ട്രംപിനോടൊരു പരാതിയുമില്ല. അദ്ദേഹം നല്ല ബന്ധമാണ് ഇന്ത്യയോട് പുലർത്തിയിരുന്നത്. അത് വീണ്ടും തുടരും. വിശേഷിച്ചും ചൈനയുടെ കാരണമുണ്ട്, മറ്റ് കാര്യങ്ങൾ കൊണ്ടെല്ലാം ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കാനായിരിക്കും അദ്ദേഹം പെരുമാറുക എന്ന് നമുക്ക് ആശയുണ്ട്. അതേസമയം തന്നെ പല കാര്യങ്ങളിലും ആശങ്കകളുമുണ്ട്. ഇപ്പോൾ H1B വിസയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ കുട്ടികൾ ഇന്ത്യയിലും പോകുന്ന കുട്ടികൾക്ക് പഠിച്ചതിന് ശേഷം കുറച്ച് നാൾ കൂടി അവിടെ തുടരാനുള്ള നിയമങ്ങൾ മാറ്റുമെന്നും അങ്ങനെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ ഉദ്ദേശം നല്ല ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള വിദേശീയർ വരണമെന്നും ഇന്ത്യക്കാർ പ്രത്യേകിച്ചും വരണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനും അത് തന്നെയാണ്, മസ്കിനും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കാരണം പൊതുവേ ഇമിഗ്രേഷന് എതിരാണല്ലോ റിപ്പബ്ലിക്കൻ പാർട്ടി. അപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻസിനെ പുറത്താക്കുമ്പോൾ അധികം ഇന്ത്യക്കാരതിൽ കാണില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെയും ചില കുറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതുപോലെ വ്യാപാര കാര്യങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും ഇന്ത്യയെ വിമർശിച്ചിട്ടുണ്ട്. ഒരു കിങ് ഓഫ് ടാരിഫ്സ് ആണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞാണോ അദ്ദേഹം ട്രേഡ് വാർ ചൈനയോട് നടത്തിയപ്പോൾ അതിലൊന്നും നമ്മളെ ഇൻവോൾവ് ചെയ്തില്ല. അതുകൊണ്ട് ഇത്തവണയും അതുണ്ടാവുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായമുള്ളത് കാനഡയോടും അതുപോലെയുള്ള ചില രാജ്യങ്ങളോടുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ഇന്ത്യൻസ് പോവുക വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയുടെ ടെക്നോളജി വിജയത്തിന്. അതുപോലെ തന്നെയല്ല, ബൈഡൻ്റെ സമയത്ത് പല എഗ്രിമെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. ജെറ്റ് എൻജിൻസ് ഇന്ത്യക്ക് കിട്ടുന്നു, ചിപ്സ് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ട് പാർട്ടിയും ഒരുപോലെയാണ്. ഇന്ത്യയെ പറ്റി പറയുമ്പോൾ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സിനും ഒരേ അഭിപ്രായം തന്നെയാണ്. നമുക്ക് വിലപ്പെട്ട ഒരു ബന്ധമാണ് എന്ന് രണ്ടു കൂട്ടരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവചനാതീതമായ കാര്യങ്ങളാണ് പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുക. അതിൻ്റെ ഭയം നമുക്കുമുണ്ട്. എന്താണ് അദ്ദേഹം പറയുക ഇന്ത്യയെപ്പറ്റി, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ധാരാളം ആശങ്കകളുണ്ട്. എന്ത് തരത്തിലായിരിക്കും അതിനെ പ്രവർത്തിക്കുക, ചൈനയുടെ കാര്യത്തിൽ തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിന് പാകിസ്ഥാനോട് വലിയ പ്രത്യേക സ്നേഹമൊന്നുമില്ല. ബൈഡൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന പണമെല്ലാം നിർത്തിയത് ട്രംപാണ്. അതുകൊണ്ട് ചൈനയുടെ കാര്യത്തിലായാലും പാകിസ്ഥാൻ്റെ കാര്യത്തിലായാലും മറ്റ് ഗ്ലോബൽ ഇഷ്യൂസിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യയും പുതിയ പ്രസിഡൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഒന്നിച്ചു പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.